നമസ്കാരം കൂട്ടുകാരെ. എൻ്റെ കഴിഞ്ഞ വീഡിയോ ആയ ഓട്ടിസം അവയർനെസ് നിങ്ങളെല്ലാവരും കണ്ടുവെന്നും അത് ഇഷ്ടപ്പെട്ടുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരു പുതിയ വിഷയമാണ്. ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നാൽ എന്താണ്, അതിൻ്റെ വൈവിധ്യങ്ങൾ എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നെല്ലാം നമുക്ക് നോക്കാം. എന്താണ് ന്യൂറോ ഡൈവേഴ്സിറ്റി? നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതികളിലുള്ള സ്വാഭാവികമായ വ്യത്യാസങ്ങളെയാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാഡീ വൈവിധ്യം എന്ന് പറയുന്നത്. ഓട്ടിസം, ADHD, ഡിസ്ലെക്സിയ എന്നിവ പോലെ ഇവയും രോഗങ്ങളല്ല, മറിച്ച് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള വ്യത്യസ്തമായ വഴികൾ മാത്രമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ന്യൂറോ ഡൈവേഴ്സിറ്റി പലതരത്തിലുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്ന് നോക്കിയാലോ. ഓട്ടിസം ബാധിച്ച ആളുകൾ വിശദാംശങ്ങളിൽ വിദഗ്ധരാണ്. എന്നാൽ ചിലപ്പോൾ ചില സാമൂഹ്യ നിയമങ്ങൾ മനസ്സിലാക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഓട്ടിസത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ ചാനലിൽ ഞാൻ ഓട്ടിസത്തെ പറ്റി വളരെ വിശദമായി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD ഉള്ളവരുടെ തലച്ചോറ് റേസിംഗ് കാർ പോലെയാണെന്നാണ് പറയുന്നത്. ഇവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ താരതമ്യേന ബുദ്ധിമുട്ടാണെങ്കിലും ക്രിയേറ്റിവിറ്റിയിൽ ഇവർ വളരെ മുന്നിലാണ്. ഈ ആളുകൾ മൾട്ടി ടാസ്കിങ്ങിൽ എക്സ്പേർട്സ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവരെപ്പോഴും ചിന്തിക്കുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്തിന് ഒരുപാട് പുതിയ ആശയങ്ങൾ നൽകിയിട്ടുള്ളവരാണ്. ഡിസ്ലെക്സിയ ഉള്ളവർക്ക് വായനയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇവർ 3D ചിന്തകളിൽ വളരെ വിദഗ്ധരാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകപ്രശസ്ത ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി, ഹോളിവുഡ് താരം ടോം ക്രൂയിസ് എന്നിവർ ഡിസ്ലെക്സിയ ബാധിച്ച പ്രശസ്തരായ വ്യക്തികളാണ്. നിങ്ങളുടെ ചുറ്റും ഡിസ്ലെക്സിയ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കുക. കാരണം അവരാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാറുകൾ. ഡിസ്പ്രാക്സിയയിൽ ബാധിക്കുന്നത് ശരീരചലനങ്ങളിലുള്ള ഏകോപനത്തെയാണ്. പക്ഷേ സംസാരിക്കുന്നതിലുള്ള സർഗാത്മകത വളരെ വലുതായിരിക്കും ഇവർക്ക്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് ഷൂലേസ് കെട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ അവർ അത്ഭുതകരമായ കഥ പറച്ചിലുകാരായിരിക്കും. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിലും ഇവർ വളരെ മുന്നിലായിരിക്കും. ടോററ്റ്സ്. ഈ കണ്ടീഷൻ ഉള്ളവരിൽ ചിലപ്പോൾ അനിയന്ത്രിതമായ ചലനങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുകയോ ചെയ്യാറുണ്ട്. ഈ ശബ്ദങ്ങളെ ടിക്സ് എന്നാണ് പറയാറ്. ടിക്സ് പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് മോട്ടോർ ടിക്സ്, രണ്ട് വോക്കൽ ടിക്സ്. മോട്ടോർ ടിക്സ് എന്നാൽ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ചിമ്മുകയോ തലകുലുക്കുകയോ അല്ലെങ്കിൽ തോളുകൾ ചലിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് മോട്ടോർ ടിക്സ് എന്ന് പറയുന്നത്. വോക്കൽ ടിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ത്രോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൂളുകയോ അതുമല്ലെങ്കിൽ പെട്ടെന്നൊരു വാക്ക് ഉച്ചരിക്കുകയോ ചെയ്യുന്ന പ്രവണതയാണ് വോക്കൽ ടിക്സ് എന്ന് പറയുന്നത്. ടിക്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ടിക്സ് മനുഷ്യനിയന്ത്രിതമല്ല. ഇതാരും മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവണതയുമല്ല. ടിക്സ് എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമൊന്നുമല്ല. ഏകദേശം 100 കുട്ടികളിൽ ഒരാൾക്ക് ഇത് ബാധിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. പല കുട്ടികളിലും ഇത് പ്രായമനുസരിച്ച് കുറയുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോററ്റ്സ് എന്ന് പറയുന്നത് ബുദ്ധിശക്തിയുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടോററ്റ്സ് ഉള്ളവരും മറ്റുള്ള ഏതൊരാളെയും പോലെ ബുദ്ധിയുള്ളവരാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇവർക്ക് സംഗീതത്തിലും കലയിലും ഉള്ള കഴിവെന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ടോററ്റ് സിൻഡ്രോം ബാധിച്ച വളരെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരനുണ്ട്. അതാരാണെന്നറിയാമോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ ദയവായി അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് നിങ്ങൾക്കറിയാമോ? ഇത്തരം മനസ്സുകൾ ലോകത്തെ നോക്കിക്കാണാൻ നമുക്ക് എപ്പോഴും ഒരു പുതിയ കാഴ്ചപ്പാട് തരുന്നുണ്ട്. ഇവരിൽ നിന്നും കൂടിയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ, മനോഹരമായ കലാസൃഷ്ടികൾ, മഹത്തായ ശാസ്ത്രീയ നേട്ടങ്ങൾ എന്നിവ ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇവരില്ലാതെ ഈ ലോകം അപൂർണമാണെന്ന് വേണേൽ പറയാം. ഒരു കാര്യം ഓർക്ക്, വ്യത്യസ്ത മനസ്സുകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത സൂപ്പർ പവറുകളെയാണ് എപ്പോഴും സൂചിപ്പിക്കുന്നത്. ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന പോയിന്റുകൾ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടരുക. വ്യത്യാസങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ തലച്ചോറും പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അതങ്ങനെ തന്നെ പ്രവർത്തിച്ചോട്ടെ, അതാണ് അതിൻ്റെ ഭംഗിയും. ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് വളരെ സിമ്പിളായി ഒരു ചോദ്യം ചോദിക്കുക: എനിക്ക് നിങ്ങളെ എങ്ങനെ സഹായിക്കാനാവും? തെറ്റായ ധാരണകൾ ഒഴിവാക്കുക. എല്ലാ ഓട്ടിസം ബാധിച്ച വ്യക്തികളും കണക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതേപോലെ തന്നെ എല്ലാ ADHD ഉള്ള വ്യക്തികൾ മടിയന്മാരുമല്ല.
അതുകൊണ്ട് എപ്പോഴും ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള മനസ്സുകൾ എപ്പോഴും ക്രിയേറ്റീവായ രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരാണ്. നമ്മൾ പരസ്പരം ഇവരുടെ വ്യത്യസ്തതകളെ മനസ്സിലാക്കുകയും അവയെ അംഗീകരിക്കുകയും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ നമ്മളിൽ ഒരുവരായി മാറുന്നത്.